ഇത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ്. ഇന്നത്തെ ചർച്ചകളിൽ ഷൈനി എന്ന് പറയുന്നതായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല 2 കുട്ടികളെ കൊല്ലുകയും കൂടെ ചെയ്തു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട് മരിച്ചു, എന്തുകൊണ്ട് കൊല ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും മനുഷ്യ മനസാക്ഷിയെ കളങ്കപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഷൈനി ചെയ്തിരിക്കുന്നത്. അവൾ സ്വയം ആത്മഹത്യ ചെയ്യുക മാത്രമല്ല, അവൾ കുട്ടികളെ കൂടെ, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടെ ഈ ട്രെയിനിൻ്റെ മുൻപിൽ എടുത്തെറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സാക്ഷിയെ തകർക്കുന്നതാണ്. അവൾ മരിച്ചു എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ ജീവിക്കാനും സമ്മതിച്ചില്ല. ഇത് ഒരു ക്രിസ്തീയ സമൂഹത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രതികരിക്കേണ്ടതായ ആവശ്യം തന്നെ ഉണ്ട്. ചെറുപ്പം മുതലേ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുകയും കർത്താവിൻ്റെ വചനം ഭംഗിയായി പഠിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടര് ആത്മഹത്യ പാപമാണെന്നും അത് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണെന്നും നമ്മൾ പഠിക്കുന്നു, നിശ്ചയം പ്രാപിക്കുന്നു. ഈ ക്രിസ്തീയ സമൂഹത്തിലും ഷൈനിമാരോട് ക്രിസ്തീയ വിഭാഗം പറയുന്ന വലിയ ദൂതുണ്ട്. ജീവിച്ചേ ഇല്ല, ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരാരും ഉണ്ടാകുകയില്ല, സുഖം അനുഭവിക്കാത്തവരും കാണുകയില്ല. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഇതിൽ താഴ്മയും വിനയവും ഉള്ളവർക്ക് ഒരു പരിധിവരെ വിജയിക്കുവാൻ കഴിയും. താഴ്മയും വിനയവും ഇല്ലെങ്കിൽ ഈ ജീവിതം തന്നെ ദുസ്സഹമായി മാറും. കർത്താവ് പറഞ്ഞതായ ഉപദേശങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നുകൂടെയാണ് സഹനം എന്ന് പറയുന്നത്. സഹിക്കുക. യേശു സഹിച്ചു. യേശു തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെട്ടു. യേശു സഹിച്ചു. ഒരു പ്രശ്നം ജീവിതത്തിൽ വന്ന ഉടനെ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എത്ര പേര് ജീവിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരു കാടത്വമാണ്, അതൊരു പൈശാചി ചിന്തയും കൂടെയാണ്. അതിലുപരി മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെയും കൂടെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളത്. നമുക്ക് ഇവിടെ അനേക പരിഹാര മാർഗങ്ങളുണ്ട്. ഈ പ്രയാസകരമായ അവസ്ഥയെ മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്താം. സഹോദരിമാർക്ക് വേണ്ടി ഇന്ന് ധാരാളം ബോർഡുകളും കോർപ്പറേഷനുകളും മറ്റ് മാർഗങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. ഇല്ല, ഇതൊന്നും പരിഹാരപ്പെട്ടില്ല എന്ന് കണ്ടാൽ, ഇവിടെ ഒന്നും നമുക്ക് അനുകൂലമായ പരിഹാരം വരുന്നില്ല എന്ന് കണ്ടാൽ, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമായി തോന്നുന്നില്ല.
എത്രയോ ഓർഫണേജുകളുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ആഹാരമൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന ഓരോ ജില്ലകളിലും ഇല്ല. ഞാൻ വിശന്ന് എനിക്ക് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാത്ത ഒരു സംസ്ഥാനമല്ല കേരളം. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഇവിടെ ലഭിക്കുന്നു. അത് കുറേശ്ശെ ആണെങ്കിൽ തന്നെ വിദ്യാഭ്യാസം സൗജന്യമാണ്. ഭക്ഷണം ഏത് പട്ടണത്തിലും സൗജന്യമായി ഇന്ന് കൊടുക്കുന്ന സന്മനസ്സുള്ള ധാരാളം പേര് അവിടെ ചെന്നാൽ മതി ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ഷൈനിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദുർബുദ്ധിയും അറിവില്ലായ്മയും ഒന്നും ജീവിതത്തിന് എതിരെ നിർത്തരുത് എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇല്ലാത്ത പരിഹാരം ഉണ്ടാക്കുന്ന പ്രശ്നം ഇല്ല. കഷ്ടപ്പെടാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് സഹിക്കുക എന്നുള്ളത് തന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്ന കാര്യം. അവൾക്ക് മരിക്കണമെന്ന് തോന്നിയപ്പോൾ മരിക്കാൻ ഞാൻ പറയല്ല, ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടെന്തിനാണ് കൊന്നത്? അത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ, അതിനെയും കൂടെ കൊന്നുകളയണോ? അതൊരു ചോദ്യമാണ്, ഷൈനിമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കൊച്ചു പണി ചെയ്ത് കേരളത്തിൽ ജീവിക്കാം. ഒരു ചെറിയ സംരംഭം തുടങ്ങി ജീവിക്കാം. ഇതിനൊക്കെ ഗവൺമെൻറ്റും വളരെയധികം സഹകരണം ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. എത്രയോ പേര് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത്, എന്തെങ്കിലും കൊച്ചു ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം സൗജന്യമാണ്. പിന്നെ ഭക്ഷണം തരുന്ന അനേക ഓർഫണേജുകൾ ഇവിടെ ഉണ്ട്. ഇതൊന്നിനും മനസ്സില്ലാതെ ധാർഷ്ട്യം കാണിക്കുന്നത് തെറ്റായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നിയമപ്രശ്നമുണ്ടെങ്കിൽ സാധുക്കൾക്ക് നിയമം ചിലപ്പോൾ ഗവൺമെൻറ് തലത്തിലുണ്ടാകുന്ന എത്രമാത്രം വിജയിക്കുന്നു തോന്നുന്നില്ലെങ്കിലും മനസാക്ഷി മരയിക്കാത്ത അനേക വക്കീലന്മാരുണ്ട്. അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ കോടതിയിൽ ചെന്നാലും ഫീസ് വാങ്ങാതെ കേസ് നടത്തുന്ന ആളുകളുണ്ട്. ആളൂരിനെ പോലുള്ളവർ അവർ തന്നെ പറയുന്നു, എനിക്ക് കാശിനോട് അമിത ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എൻ്റെ കക്ഷി ജയിക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ അവരൊക്കെ കേസ് ഫ്രീ ആയി ചെയ്തു തരാനും സന്തോഷമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എല്ലാം അസ്തമിച്ച ശേഷം നമ്മുടെ സമൂഹം പരിതപിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു റാലി നടത്തിയതുകൊണ്ടോ ഒരു സംഘത്തെ വിളിച്ച് കൂട്ടിയതുകൊണ്ടോ ഇതെല്ലായിടവും നടക്കുന്നത് തന്നെ. ഏതെങ്കിലും ഈ കൊടും വളവുള്ള റോഡുകളുണ്ട് ഇന്നുകൊണ്ട്, സ്ഥിരമായിട്ട് ആക്സിഡൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ,
ഇതെല്ലാം പറഞ്ഞാലും ചെയ്താലും അതിനൊരു പരിഹാരം വരുത്തുവാൻ ഗവൺമെൻറ്റും ശ്രമിക്കാറില്ല, ആളുകളും ശ്രമിക്കാറില്ല. കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് പറയാനും കൊടി പിടിക്കാനും നമ്മളെല്ലാം തയ്യാറാണ്, പക്ഷേ പരിഹാരമില്ല. ഈ ആത്മഹത്യയും കൊല്ലുന്നതുമൊക്കെ പാവം കൂടെയാണ്. രാജ്യത്തിനും നിയമങ്ങൾക്ക് മുമ്പിൽ തെറ്റാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഷൈനുമാറി കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇനിയും ആത്മഹത്യക്ക് വേണ്ടിയും മരണത്തിന് വേണ്ടിയും നോക്കിയിരിക്കുന്ന സഹോദരിമാരെ, എൻ്റെ ഈ അഭിപ്രായം ഒരു കാര്യമായി നിങ്ങൾ സ്വീകരിച്ചാൽ, മരിക്കുമ്പോൾ മരിച്ചു എന്ന് തോന്നി അവർക്കങ്ങ് പോകാം. ഇനി പിൻതലമുറയും ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ആത്മഹത്യ ചെയ്യുന്ന ആത്മാവിൻ്റെ നിത്യതയും നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റബോധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആത്മഹത്യക്ക് വേണ്ടി കൂടുതൽ ശ്രമിക്കുന്നത്. കുറ്റബോധം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ശ്രമിക്കുന്നതായ യൂദായെ പോലുള്ള യൂദാസുകളെയും നമുക്ക് കാണാൻ കഴിയും. പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകത്തിലല്ല ജീവിക്കുന്നതാണ്. ആദ്യം മുതലേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം ഉണ്ടാക്കുന്ന സാത്താൻ എന്ന് പറയുന്ന ഒരു ദുർശക്തി നമുക്കുണ്ട്. അന്യനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് സാത്താന്യ പ്രവൃത്തിയുടെ ഏക ലക്ഷ്യം. എങ്ങനെയും അന്യനെ വേദനിപ്പിക്കുക, അതൊരു പിശാചിൻ്റെ ചിന്തയാണ്, പ്രവൃത്തിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിയണം. എന്നെ കൊണ്ട് ഒരാളും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വിഷയത്തിൽ, സ്വന്തം വിഷയത്തിൽ എങ്കിലും നന്മ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഷൈനിയും ഒരു കൊലപാതകിയല്ലേ എന്ന് ആളുകൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ചോദിച്ചാൽ, തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ തന്നെയാണ് അവളെയും അവളെ കുട്ടികളോ ജീവിച്ചിരുന്നെങ്കിൽ ആ കുട്ടികളും അത് തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും മരിക്കുന്നില്ല. വിഷം കഴിക്കുന്ന എല്ലാവരും വിഷം കൊണ്ട് ചാകുന്നില്ല. തൂങ്ങി മരിക്കുന്നവരെല്ലാവരും മരിക്കുന്നില്ല. ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭാരമായി പോകാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിന്ന് ആരെങ്കിലും മനസ്സിൽ തിന്മ ചെയ്യുവാനും പാപം ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് മാറ്റിവെച്ച് നന്മയിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം. വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ സഹനത്തിലൂടെ അതിനെ പരിഹരിക്കുവാൻ കർത്താവായ ക്രിസ്തു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.